ഇടുക്കി ജില്ലയിൽ പട്ടയ നടപടികൾ അട്ടിമറിക്കാൻ ആസൂത്രിത നീക്കമുണ്ടെന്ന് ആരോപിച്ച് CPIM രംഗത്ത്. ജനങ്ങളെയും ഉദ്യോഗസ്ഥരെയും തെറ്റിദ്ധരിപ്പിച്ച് പട്ടയ നടപടികൾ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നതായി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തുന്നതിനു മുമ്പ് ഭൂമി പ്രശ്നങ്ങൾ ഗുരുതരമായിരുന്ന മലയോര ജില്ലയായിരുന്നു ഇടുക്കിയെന്ന നിയമക്കുരുക്കുകളും ചുവപ്പ് നാടകളും നീക്കി ജനങ്ങൾക്ക് ഭൂസ്വാതന്ത്ര്യം ഉറപ്പാക്കാനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചതെന്ന് ചെറുതോണിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് വ്യക്തമാക്കി. CHR മേഖലയിൽ 1993 പ്രത്യേക ചട്ടപ്രകാരം പട്ടയം നൽകുന്നതിനാണ് സർക്കാർ ഉത്തരവിറക്കിയത്. 1980 കേന്ദ്ര വനസംരക്ഷണ നിയമപ്രകാരം മുൻകൂർ അനുമതി ലഭിച്ച ഭൂമിക്ക് പട്ടയം നൽകുന്നതിന് തടസ്സമില്ലെന്നും CV വർഗീസ് പറഞ്ഞു. 2009 സുപ്രീം കോടതി ശരിവെച്ച പ്രത്യേക ഭൂപതിവ് ചട്ടപ്രകാരം ഷോപ്പ് സൈറ്റുകൾക്കും പട്ടയം നൽകാമെന്നും ഗോവർദ്ധ തിരുമുൽപ്പാട് കേസിലെ ഇടക്കാല ഉത്തരവ് ഷോപ്പ് സൈറ്റുകൾക്ക് ബാധകമല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. UDFന്റെ കനകരു അദ്ദേഹത്തിന്റെ തിയറി തന്നെ വിവാദങ്ങളും കള്ളങ്ങളും പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി അദ്ദേഹം നടന്ന പരിശ്രമം അതാണ് UDFന്റെ ആയുധമായി ഉപയോഗപ്പെടുന്നത്. അപ്പൊ കൃഷിക്കാർ അപേക്ഷ സ്വീകരിച്ചു തുടങ്ങി. 2014 ഗവൺമെന്റ് ഇവിടെ 3 ജെയിൻ പ്രദേശത്ത് 7 ജെയിൻ പ്രദേശത്ത് പട്ടയം ഉപേക്ഷിക്കപ്പെട്ട പ്രദേശത്ത് 10 ഉപേക്ഷിക്കപ്പെട്ട പ്രദേശത്ത് മണിയാശാൻ ഗവൺമെന്റ് പട്ടയം കൊടുക്കാൻ നിലപാട് സ്വീകരിച്ചു. അതിലെ പരിസ്ഥിതി സംഘടനകൾ സുപ്രീം കോടതി ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഹൈക്കോടതി കേസ് നിലനിൽക്കുന്നുണ്ട്. തൃശ്ശൂർ ആസ്ഥാനമായിട്ടുള്ള സംഘടന കേസ് കൊടുത്തിട്ടുണ്ട്. കട്ടപ്പന ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് പട്ടയം നൽകുന്നതിനും സർക്കാർ ഉത്തരവിറക്കിയതായി അദ്ദേഹം വ്യക്തമാക്കി. 1964 ചട്ടങ്ങൾക്ക് കീഴിൽ പതിച്ചുകൊടുത്ത ഭൂമിയിലെ വാണിജ്യ നിർമ്മിതികൾ സാധൂകരിക്കുന്നതിനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ സുതാര്യമായ നടപടികളിലൂടെ നിയമപരമായ സാധൂകരണം ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് CV വർഗീസ് പറഞ്ഞു. കല്ലാർകുട്ടി ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ 7 ചെയിൻ വരെ പട്ടയം നൽകാൻ തീരുമാനമായതായും അദ്ദേഹം വ്യക്തമാക്കി. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റോബിയോ സെബാസ്റ്റ്യനും പങ്കെടുത്തു. സിറ്റി വിഷൻ ഇടുക്കി.